വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായിരുന്ന UP രാജഗോപാലന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ ജൂൺ 27-ന് സമ്മാനിക്കും. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും മുതിർന്നവരെയും സംരക്ഷിക്കുന്ന ഒലവക്കോട് പ്രവർത്തിക്കുന്ന ആശ്വാസ ഭവനാണ് ദിവ്യകാരുണ്യ പുരസ്കാരം നൽകുന്നത്. സർക്കാർ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന മികച്ച സന്നദ്ധ സംഘടന, മികച്ച വിദ്യാലയം, അധ്യാപകൻ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നതെന്ന് പുരസ്കാര നിർണയ കമ്മിറ്റി കൺവീനർ ഗംഗാധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിനോട് താല്പര്യമുള്ള 3 വിഷയങ്ങളിലാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന്, ഒരു സേവാ പ്രോജക്റ്റ്. സർക്കാരിൻ്റെ ഗ്രാൻഡൊന്നും ഇല്ലെങ്കിലും നന്മയുടെ ഓരോളം പറ്റാത്ത ഈ സമൂഹത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ധാരാളം സേവാ കേന്ദ്രങ്ങളുണ്ട്. അതിൻ്റെ ഒരു സേവാ കേന്ദ്രം തിരഞ്ഞെടുക്കുന്നു. അതേപോലെ ഒരു ശ്രേഷ്ഠ വിദ്യാലയം. മൂന്നാമത് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ, ഗുരുശ്രേഷ്ഠ പുരസ്കാരം. അപ്പോൾ ഈ 3 പുരസ്കാരങ്ങളാണ് നമ്മൾ എല്ലാ വർഷവും വിതരണം ചെയ്യുന്നത്. നമ്മളൊരു ട്രോഫിയും പ്രശംസാപത്രവും 10,200 രൂപ ക്യാഷ് അവാർഡ് ഈ 3 പേരും കൊടുക്കാറുണ്ട്. ഗുരുശ്രേഷ്ഠ പുരസ്കാരം കാരാക്കുർശി വാഴയമ്പറം ശ്രീരാമകൃഷ്ണ വിദ്യാനികേതനിലെ അധ്യാപിക P. ശ്രീജയ്ക്കും, ശ്രേഷ്ഠ വിദ്യാലയത്തിനുള്ള പുരസ്കാരം പട്ടാമ്പി നടുവട്ടം വരരുചി വിദ്യാനികേതനും നൽകും. 10,001 രൂപ പ്രശസ്തിപത്രം, മൊമന്റോ എന്നിവയടങ്ങുന്ന പുരസ്കാരം വരരുചി വിദ്യാനികേതനിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് സമ്മാനിക്കുക. സ്വയം സേവക സംഘത്തിന്റെ പ്രചാരകനായിരുന്ന രാജഗോപാലൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നും ഗംഗാധരൻ പറഞ്ഞു. പ്രസിഡന്റ് KP രാജേന്ദ്രൻ, TC സുരേഷ്, P. സ്വാമിനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.